നമ്മളിപ്പോൾ ഫസ്റ്റ് കിങ്ഡം മുനീറ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കിങ്ഡത്തിൻ്റെ പേരാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കിങ്ഡമാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. പ്രോട്ടിസ്റ്റയുടെ ഫസ്റ്റ് പ്രത്യേകത ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റുകൾ. അപ്പോൾ സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സുകളെല്ലാം യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടുകളെല്ലാം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി യൂണിസെല്ലുലാർ എന്താണ് പ്രോക്യാരിയോട്ടുകളെല്ലാം മുനീറയിൽ ഉൾപ്പെടുത്തി യൂണിസെല്ലുലാർ യൂക്യാരിയോട്സുകളെല്ലാം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടിസ്റ്റയിൽ ഇപ്പോൾ സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സുകളെ പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തി, പക്ഷേ ബൗണ്ടറീസ് ഓഫ് ദിസ് കിങ്ഡം ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഇനിയും ആൾക്കാർ ഇതിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഇതിലുള്ള ചിലവർ ചിലപ്പോൾ ഇതല്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു കിങ്ഡമാണ് പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇനി അതായത് ഒരു ബയോളജിസ്റ്റിന് ഒരു ഓർഗാനിസം ഒരു പ്രോട്ടിസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻ എന്നാണ് പറയുന്നതെങ്കിൽ മറ്റൊരാൾ വാദിക്കുന്നത് അത് പ്ലാന്റ് ആണെന്നുള്ളതാണ്. കാരണം ഈ പ്രോട്ടിസ്റ്റകളുടെ പ്രത്യേകതയാണ് പ്ലാന്റുമായിട്ടും അനിമലുമായിട്ടും സാമ്യമുള്ള ആൾക്കാർ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബയോളജിസ്റ്റിന് അതൊരു ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റൻ ആണെങ്കിൽ മറ്റ് വേറൊരാൾക്ക് അതൊരു പ്ലാന്റ് ആയിരിക്കും. ഇനി ഇതിലുള്ള ആരൊക്കെയാണ്? ഇതിലുള്ള കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നവരാണ് ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്, പ്രോട്ടോസോവൻസ് ആണ് പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നവർ. ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്, പ്രോട്ടോസോവൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. കാരണം വ്യത്യസ്ത തരം നമുക്ക് തെറ്റിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. മെമ്പർ ഓഫ് പ്രോട്ടിസ്റ്റ് ആർ പ്രൈമർലി അക്വാട്ടിക്. അപ്പോൾ അവർ മെയിൻലി എന്താണ്? അക്വാട്ടിക് ആണ്, പ്രൈമർലി അക്വാട്ടിക് ആണ്. ഈ സെൻറ്റൻസ് പ്രോട്ടിസ്റ്റ് ആർ പ്രൈമർലി അക്വാട്ടിക്. ഈ കിണ്ണത്തിൻ്റെ പ്രത്യേകതയാണ് ഫോംസ് എ ലിങ്ക് വിത്ത് അതർ ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫഞ്ചൈ. മുനീറായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നില്ല. ഈ പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകതയാണ് പ്രോട്ടിസ്റ്റകൾ എന്ന് പറയുന്നത് ആരുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്? ഫഞ്ചൈ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അനിമൽസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അനിമലിയായിട്ട് അടുത്ത പ്ലാന്റ്സുമായിട്ടും എല്ലാം ഒരു ലിങ്കാണ് ഇവരെന്ന് പറയുന്നത്. ഇനി ബീയിങ് യൂക്യാരിയോട്സ് ദ പ്രോട്ടിസ്റ്റൻ സെൽ ബോഡി കണ്ടെയ്ൻസ്. അപ്പം യൂക്യാരിയോട്സ് ആയതുകൊണ്ട് തന്നെ പ്രോട്ടിസ്റ്റൻ സെൽ ബോഡിയിൽ എന്തുണ്ട്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിസം എല്ലാം ഇതിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ചിലതിൽ എന്ത് കാണും? ഫ്ലജല്ല കാണും, സിലിയ കാണും. പ്രോട്ടിസ്റ്റ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ആൻഡ് സെക്ഷലി. അസെക്ഷലി എന്ത് ചെയ്യും? സെൽ ഫ്യൂഷനും സെക്ഷലി സൈക്കോട്ട് ഫോർമേഷനും. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തേന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റുകളെല്ലാം സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സുകളാണ്. ഇനി ബൗണ്ടറിയുടെ കാര്യമൊക്കെ വിട്ടോട്ടെ. ഇതിൽ ആരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാം. ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്. അടുത്ത് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് പ്രൈമർലി അക്വാട്ടിക് ആണ്. ഇവരെന്താണ്? പ്ലാന്റ്സ്, അനിമൽസ്, ഫഞ്ചൈ ആയിട്ടൊക്കെ ഒരു കണക്റ്റിംഗ് ലിങ്കാണ്, ഒരു ലിങ്ക് ആണ് ഇവരെന്ന് പറയുന്നത്. പ്രോട്ടിസ്റ്റകൾ ചിലപ്പോൾ ഫഞ്ചൈയുടെ ക്യാരക്ടർ പോലെ ഇരിക്കും, പ്ലാന്റ്സിൻ്റെ ക്യാരക്ടർ പോലെ ഇരിക്കും, അനിമൽസിൻ്റെ ക്യാരക്ടർ പോലെ ഇരിക്കും. ഇനി പ്രോട്ടിസ്റ്റൻ സെൽ ബോഡി യൂക്യാരിയോട്ടിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനിസം ഉണ്ട്. ഇനി ചിലർക്ക് ഫ്ലജല്ലയോ സിലിയയോ കാണപ്പെടുന്നു. ഇനി റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സെൽ ഫ്യൂഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈഗോട്ട് ഫോർമേഷൻ ആണ് ഇതിൽ വരുന്നത്. അടുത്ത് ക്രൈസോഫൈറ്റ്സുകളുടെ കാര്യം നോക്കാം. ക്രൈസോഫൈറ്റ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരൊക്കെയാണ്? ഡയാറ്റംസും ഗോൾഡൻ ആൽഗ ആയിട്ടുള്ള ഡെസ്മിറ്റ്സും. ഡയാറ്റംസ് ആൻഡ് ഡെസ്മിറ്റ്സ് ആണ് ക്രൈസോഫൈറ്റ്സിലുള്ളത്. ഇവർ ഫ്രഷ് വാട്ടറിലും മറൈൻ എൻവയോൺമെൻറ്റിലും കാണും. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഒന്നാമത്തേതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾ ഡയാറ്റംസും ഡെസ്മിറ്റ്സിൻ്റെ വേറൊരു പേര് ഗോൾഡൻ ആൽഗെ ആണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കണം. ഇനി ഫ്രഷ് വാട്ടറിലും കാണും, മറൈൻ എൻവയോൺമെൻറ്റിലും കാണും. ഇനി അവരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻസ്. പ്ലാങ്ക്ടൺസ് ആണ് അവർ മൈക്രോസ്കോപ്പിക് ആണ്, വാട്ടർ കറൻസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നവരാണ്. ഇനി മോസ്റ്റ് ഓഫ് ദെം ആർ ഫോട്ടോസിന്തറ്റിക്. അപ്പോൾ ക്രൈസോഫൈറ്റ്സിൻ്റെ കാര്യം എഴുതുമ്പോഴത്തേക്ക് ഫോട്ടോസിന്തറ്റിക് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡയാറ്റംസ്, ദ സെൽ വാൾസ് ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഡയാറ്റംസിൻ്റെ സെൽ വാൾ ഉണ്ടായിരിക്കുന്നത് ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വെച്ചിട്ടാണ്. സോപ്പ് ബോക്സ് ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന രണ്ട് തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വെച്ചിട്ടാണ് സെൽ വാൾ ഉണ്ടായിരിക്കുന്നത്. ദ വാൾ ആർ എംബഡഡ് വിത്ത്
സിലിക്ക കൊണ്ടാണ് വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വാളിൽ ഇങ്ങനെ എന്താണ് നിറച്ചിട്ടുള്ളത്? എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിലിക്ക എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡെസ്ട്രക്റ്റബിൾ ആണ്, നശിപ്പിക്കാൻ പറ്റില്ല. ദസ് ഡയറ്റംസ് ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഇൻ ദെയർ ഹാബിറ്റേറ്റ്സ്. അത് ജീവിക്കുന്ന ഹാബിറ്റേറ്റുകളിൽ അതെന്ത് ചെയ്യുന്നു? ഈ സിലിക്കേഷ്യസ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാകുന്നു. ഇത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡയാറ്റമീഷ്യസ് എർത്ത്. ഈ കടയിൽ പറഞ്ഞില്ലേ, എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ബീയിങ് ഗ്രിറ്റി ദിസ് സോയിൽ ഈസ് യൂസ്ഡ് ഇൻ അടുത്ത കാര്യം, ഇതെന്തിനൊക്കെ യൂസ് ചെയ്യും? ഡയാറ്റമീഷ്യസ് എർത്ത് ഗ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഈ സോയിൽ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽ സിറപ്സ്, ഇതിൻ്റെ എല്ലാ ഫിൽട്രേഷനും പോളിഷിങ്ങിന് യൂസ് ചെയ്യുന്നു. ഡയറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ദ ഓഷ്യൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ ഓഷ്യൻ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ക്രൈസോഫൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സിൽ വരുന്ന രണ്ട് പേരാണ് ഡയാറ്റംസും ഡെസ്മിറ്റ്സും. ഇനി ഫ്രഷ് വാട്ടറിലും കാണും, മറൈൻ എൻവയോൺമെൻറ്റിലും കാണുന്നു. മൈക്രോസ്കോപ്പിക് ആണ്, പ്ലാങ്ക്ടൺസ് ആയിട്ട് ഇങ്ങനെ വാട്ടർ കറൻസിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ പേരും ഫോട്ടോസിന്തറ്റിക് ആണ്. ഡയാറ്റംസിൻ്റെ സെൽവാൾ ഉണ്ടായിരിക്കുന്നത് രണ്ട് തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് സോപ്പ് ബോക്സിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് സെൽവാൾസ് ഉണ്ടായിരിക്കുന്നത്. സെൽവാൾസിൽ എന്ത് എംബഡഡ് ആയിട്ടുണ്ട്? നിറഞ്ഞിട്ടുണ്ട്, സിലിക്ക നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൽവാളിനെ നശിപ്പിക്കാനാവില്ല. അവരുടെ ഹാബിറ്റേറ്റ്സിൽ ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ഈ സിലിക്കേഷ്യസ് സാധനം അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നു. ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആകുമ്പോൾ അതിന് ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറും. ആ ഡയാറ്റമീഷ്യസ് എർത്ത് ഗ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഈ സോയിലിന് എന്ത് ചെയ്യുന്നു? പോളിഷിങ്ങിന് യൂസ് ചെയ്യും. അതേപോലെ ഓയിൽ സിറപ്സിൻ്റെയൊക്കെ ഫിൽട്രേഷന് യൂസ് ചെയ്യുന്നു. ഡയാറ്റംസ് എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യനാണ്. ഡയനോഫ്ലജല്ലേറ്റ്സ് അടുത്ത ആൾക്കാരാണ് ഡയനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഡയനോഫ്ലജല്ലേറ്റ്സ് അപ്പോൾ ആരുടെ കാര്യം പറഞ്ഞു? ക്രൈസോഫൈറ്റ്സുകളുടെ കാര്യം പറഞ്ഞു. അതിൽ ആരാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ? ഡയാറ്റംസ് എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യനാണ്. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ, അത് ഓർത്ത് വയ്ക്കുക. ഡയനോഫ്ലജല്ലേറ്റ്സ് ഈ ഓർഗാനിസംസ് മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഇവർ മറൈനും, കൂടുതൽ പേര് മറൈൻ ആയിരിക്കും, ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. അവരുടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. ദേ അപ്പെയർ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, റെഡ് ഡിപ്പെൻഡിങ് ഓൺ ദ മെയിൻ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് സെൽ. അവരുടെ സെല്ലിൽ ഏത് മെയിൻ പിഗ്മെൻ്റ് ആണുള്ളത്, മെയിൻ പിഗ്മെൻറ്റ് ഏതാണുള്ളത് എന്നത് വെച്ചിട്ട് യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, റെഡ് ഇതിൽ ഏത് കളറിൽ വേണമെങ്കിലും അവരെ കാണാൻ പറ്റും. ഇനി സെൽ വാളിന് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഓൺ ദ ഔട്ടർ സർഫസ്. സെൽ വാളിൻ്റെ പുറത്ത് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ടാവും. സെൽ വാളിൻ്റെ പുറത്ത് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജല്ല, 2 ഫ്ലജല്ല കാണും. ഇതിന് 2 ഫ്ലജല്ല കാണും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലും ഒന്ന് ട്രാൻസ്വേഴ്സലിയും കാണും. ഈ വാൾ പ്ലേറ്റ്സിന് ഇടയിൽ ട്രാൻസ്വേഴ്സ്ലി ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനലി 2 ഫ്ലജല്ല ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? മോസ്റ്റ്ലി മറൈൻ. ഡയനോഫ്ലജല്ലേറ്റ്സ് മോസ്റ്റ്ലി മറൈൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, റെഡ് ഇതിൽ ഏത് കളറിൽ വേണമെങ്കിലും അവരെ കാണപ്പെടാം. അതിന് കാരണം അതിൻ്റെ സെൽസിലെ മെയിൻ പിഗ്മെൻറ്റ് ഏതാണ് പ്രസൻറ്റ് അതിനനുസരിച്ചാണ് ആ കളറിൽ കാണുന്നത്. ഇനി സെൽ വാളിൻ്റെ ഔട്ടർ സർഫസിൽ സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇനി 2 ഫ്ലജല്ല ഉണ്ടാവും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലിയും ഒന്ന് ട്രാൻസ്വേഴ്സ്ലിയും കാണും. എവിടെയാണ് കാണുന്നത്? വാൾ പ്ലേറ്റ്സിന് ഇടയിൽ ലോഞ്ചിറ്റ്യൂഡിനലിയും ട്രാൻസ്വേഴ്സ്ലിയും 2 ഫ്ലജല്ല കാണാറുണ്ട്. ഇനി റെഡ് ഡയനോഫ്ലജല്ലേറ്റ്സ് എക്സാമ്പിൾ ഗോണിയലക്സ്. പെട്ടെന്ന് തന്നെ ഈ കടലിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് റെഡ് ടൈഡ്സ് ഉണ്ടാക്കും. അപ്പോൾ ആരാണ് റെഡ് ടൈഡ്സ് ഉണ്ടാക്കുന്നത്? റെഡ് ഡയനോഫ്ലജല്ലേറ്റ്സ് ആണ്. അതിൽ എക്സാമ്പിൾ ഗോണിയലക്സ് ആണ്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. Toxins released by such large number may even kill other marine animals such as fishes പോലുള്ള മറ്റ് മറൈൻ അനിമൽസിലെ ഇങ്ങനെ ഉണ്ടാകുന്ന റെഡ് ടോക്സിൻസ് കാരണം അവയൊക്കെ മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത യൂഗ്ലിനോയിഡ്സിൽ ഓർക്കാനുള്ള കാര്യം, മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം. സ്റ്റാഗ്നൻറ്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണുന്ന ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ് കൂടുതൽ പേരും. യൂഗ്ലിനോയിഡ്സിൽ കൂടുതൽ പേരും കെട്ടിക്കിടക്കുന്ന വെള്ളം, സ്റ്റാഗ്നൻറ്റ് വാട്ടറിലെ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. ഇവർക്ക് സെൽ വാളിന് പകരം ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് കാണുന്നത്. അതിൻ്റെ പേരാണ് പെല്ലിക്കിൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇത്ര നേരം ക്രൈസോഫൈറ്റ്സിനായാലും ഡയനോഫ്ലജല്ലേറ്റ്സിനായാലും എന്ത് പറഞ്ഞു? സെൽ വാളിൻ്റെ കാര്യം പറഞ്ഞു. ഇതിന് സെൽ വാൾ ഇല്ല. അതിന് പകരം ആരുണ്ട്? പ്രോട്ടീനേഷ്യസ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ലെയർ ആയിട്ടുള്ള പെല്ലിക്കിളാണ് ഉള്ളത്. പെല്ലിക്കിൾ എന്ത് നൽകുന്നു? ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്, സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ് കാണുന്നത്. സെൽ വാളിന് പകരം പ്രോട്ടീൻ റിച്ച് ലെയർ ആയിട്ടുള്ള പെല്ലിക്കിൾ ഉണ്ട്. അത് ബോഡിക്ക് എന്ത് നൽകുന്നു? ഫ്ലെക്സിബിലിറ്റി നൽകുന്നു. ഇനി അവയ്ക്കും 2 ഫ്ലജല്ല ഉണ്ട്. ഒരു ഷോർട്ടും ഒരു ലോങ് വണ്ണും ഉണ്ട്. ഷോർട്ട് വണ്ണും ലോങ് വണ്ണും ഉണ്ട്.
ഷോർട്ട് വണ്ണും ലോങ് വണ്ണും അങ്ങനെ 2 ഫ്ലജല്ലേ ഉണ്ട്. ദോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഇനി അടുത്ത കാര്യം, യൂഗ്ലിനോയിഡ്സിൽ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഓരോ വരിയും ക്വസ്റ്റ്യനാണ്. ഇവിടെ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റ് കണ്ടാൽ പകൽ വെളിച്ചത്തിൽ പകൽമാന്യരായി ഫുഡ് ഉണ്ടാക്കി കഴിക്കും. എന്നാൽ ലൈറ്റ് അങ്ങോട്ട് കുറയുമ്പം രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യും? അവർ ഹെറ്ററോട്രോഫ്സ് ആണ്. പകൽമാന്യമാരാണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. സൺലൈറ്റിൽ അവർ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കി കഴിക്കും. രാത്രി ആയാൽ അല്ലെങ്കിൽ സൺലൈറ്റ് കുറഞ്ഞു വന്നാൽ അവർ ഹെറ്ററോട്രോഫ്സ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? സ്മോളർ ഓർഗാനിസത്തിനെ വേട്ടയാടി കഴിക്കും, പിടിച്ച് കഴിക്കും, അത്ര തന്നെ. ഇനി യൂഗ്ലിനോയിഡ്സിൻ്റെ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഹയർ പ്ലാന്റ്സിൻ്റെ പിഗ്മെൻറ്റ്സുമായിട്ട് ഐഡൻറ്റിക്കലാണ്. അതാണ് പറയാം, ഓരോ വരിയും ക്വസ്റ്റ്യൻ ആണ്. യൂഗ്ലിനോയിഡ്സിൻ്റെ മെജോറിറ്റി ആൾക്കാരും സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ കാണുന്ന റിഫ്രഷ് വാട്ടർ ഓർഗാനിസമാണ്. അവർക്ക് സെൽ വോൾ ഇല്ല, അതിന് പകരം പ്രോട്ടീൻ റിച്ച് ലെയർ ആയിട്ടുള്ള പെല്ലിക്കിളുണ്ട്. അതാണ് പെല്ലിക്കിളാണ് ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി നൽകുന്നത്. 2 ഫ്ലജല്ലുണ്ട്, ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങുമാണ്. അവർ ഫോട്ടോസിന്തറ്റിക് ആണ്, എപ്പോഴും പകൽമാന്യരാണ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഫോട്ടോസിന്തറ്റിക്കും സൺലൈറ്റ് ഡിപ്രൈവ്ഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? പ്രിഡേഷൻ, ഹെറ്ററോട്രോഫ്സ് ആയിട്ട് പ്രിഡേറ്റ് ചെയ്ത് സ്മോൾ ഓർഗാനിസത്തിനെ പിടിച്ച് കഴിക്കും. ഇനി ഇതിൻ്റെ പിഗ്മെൻറ്റ്സ്, യൂഗ്ലിനോയിഡ്സിൻ്റെ പിഗ്മെൻറ്റ്സ് ഹയർ പ്ലാന്റ്സിൻ്റെ പിഗ്മെൻറ്റ്സുമായിട്ട്, ഹയർ പ്ലാന്റ്സ് അതോർത്തുക, പ്ലാന്റ്സ് അല്ല ഹയർ പ്ലാന്റ്സിൻ്റെ പിഗ്മെൻറ്റ്സുമായിട്ട് ഐഡൻറ്റിക്കലാണ്.